ചുങ്കിൽ നടക്കുന്ന സുധാരത്ത് നമുക്കുണ്ടോ നാട്ടില് കഥയെന്തെന്നറിയാതെ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടില് ഖബറെന്ന ഭയങ്കര വീട്ടില് വീട്ടിലെ മെത്ത തിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേല് വരുന്നത് കല്ലാണ് ഇലയും കണ്ണീരതും പേർത്ത് മണ്ണതിനാണ് അടവാകും വിടവുകൾ മേലിനെ കടമേറും വീതം കല്ലും മണ്ണും അതിന്മേലെ മറമാണോ ഖബർ ബഹു ജോറിലേ മറമാണോ ഖബർ ബഹു ജോറിലേ സ്നേഹമുള്ള ചെറുപ്പക്കാരാ അന്ത്യയാത്രയിലെ അനുഭവമായിട്ട് നീ കടന്നു ചെല്ലുക ഖബറാകുന്ന മണ്ണിലേക്കാണ് ആ ഖബറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നിനക്കുണ്ടാകുന്ന കൂട്ടുകാരാരുമുണ്ടാകില്ലടാ നിന്റെ ഭാര്യ ഉണ്ടാകില്ല മക്കളുണ്ടാകില്ല സഹോദരങ്ങളുണ്ടാകില്ല സുഹൃത്തുക്കളുണ്ടാകില്ല അങ്ങനെ ആ ഒറ്റപ്പെട്ട ഖബറ് കിടക്കേണ്ടി വരും പൊന്ന ചെറുപ്പക്കാരാ ആ ഖബറിനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞതാരറിയോ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മൂന്നാമത്തെ ഖലീഫയായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പൊട്ടിക്കരയുമായിരുന്നു സഹാബത്ത് ചോദിച്ചു ഉസ്മാൻ തങ്ങളെ എന്തിനാ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ എത്രമാത്രം കരയുന്നതാ ആ സമയത്താണ് ഉസ്മാൻ തങ്ങൾ പറഞ്ഞത് സഹാബ നാളെ മഹ്ശറയിലേക്ക് കടന്നു ചെല്ലുമ്പോ അദ്ദേഹം മഹ്ശറയിൽ അർശിന്റെ തണലിൽ നിന്ന് കിട്ടുമ്പോ ആ മഹ്ശറയിൽ സിറാത്തിന്റെ സമയമാകട്ടെ ഹിസാബിന്റെ സമയമാകട്ടെ അതേ വിചാരണയുടെ സമയമാകട്ടെ നന്മ തിന്മ നോക്കുന്ന സമയമാകട്ടെ സിറാത്തുള്ള പാലം കടക്കുമ്പോഴാകട്ടെ ഇനി അതെല്ലാം നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോഴാകട്ടെ അപ്പോഴെല്ലാം ഒറ്റയ്ക്കല്ലല്ലോ സഹാബ അവിടെയൊക്കെ നമ്മളോടൊപ്പം കൂട്ടിനാളുണ്ടാകുമല്ലോ പക്ഷേ ഖബറാകുന്ന ആറടി മണ്ണിന്റെ ഉള്ളറയിൽ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ സഹാബ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ പൊട്ടിക്കരയുമായിരുന്നെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ അതേ സീരിയൽ കണ്ട് കരഞ്ഞാ പറ്റൂല്ല പെങ്ങള് IPL ക്രിക്കറ്റില് താൻ ഇഷ്ടപ്പെട്ട ടീം തോറ്റുപോയപ്പോ പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാരാ പൊട്ടിക്കരയേണ്ടത് ഖബറിനെ ഓർത്താണടാ അല്ലാഹു ഭാഗ്യം തരട്ടെ.